ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ഗെയിം കളിക്കാൻ പോകണം. ആ ഗെയിമിൻ്റെ പേര് സ്മെൽ ഗെയിം എന്നാണ്. അപ്പോൾ എന്തായിട്ട് മണപ്പിക്കൂ, അതെന്താണെന്ന് പറയണം, ഏത് ഫ്ലേവറാണെന്ന് പറയണം, എന്താണെന്നും കൂടെ പറയണം. അത് പൗഡറാണെങ്കിൽ പൗഡറിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് വെച്ചാൽ അത് പറയണം. അപ്പോൾ നമുക്ക് എടുത്തേ പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് വരെ നോക്കുക, ഇങ്ങനെയാണ് ഒരു കടക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ ഒന്ന് ഹലോ ഗൈസ് നമുക്ക് അപ്പോൾ സച്ച് വേറെ എന്തോ ഗെയിം കളിക്കുന്നുണ്ട്. എന്താ റോബ് ഹീറോ എന്ന് പറഞ്ഞാൽ ഞാൻ ഹാക്ക് ചെയ്ത് കൊടുത്ത് അത് വെച്ച് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നൊരു ഗെയിം കളിക്കാൻ പോവാണ്. നമ്മൾ എന്തെങ്കിലും എടുത്ത് മണപ്പിക്കും, ഏതാ ഫ്ലേവർ അതൊക്കെ പറയണം. ഓക്കെ, അല്ല അതായത് മണം ഏതെൻ്റെ ഫ്ലേവർ പൗഡർ വരികയാണ്, അത് ഏതാ ഫ്ലേവർ എന്താ എന്ത് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അത് പറയണം. ഓക്കെ, എന്നാൽ നമ്മൾ തുടങ്ങാൻ പോവാണേ. എല്ലാ സാധനം ഞാൻ വാങ്ങി. അപ്പോൾ ഗൈസ് ഒറ്റൊന്ന് ഞാൻ അവിടെ കൊണ്ടുവച്ചൊരു പൗഡറാണ്. പിന്നെ നമ്മൾ ഇപ്പം എന്തൊക്കെ കൊണ്ട് കൊടുക്കുക, എന്തെങ്കിലും ഒന്നും നല്ല വ്യത്യസ്തമായിട്ട് എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ഉള്ളൊരിത്. അപ്പോൾ നമ്മളെന്ത് തിരഞ്ഞ് കണ്ടുപിടിക്കുക ഗൈസ്. എന്താ ഞാൻ പൂ എന്തെങ്കിലും പറിക്കട്ടെ. പൂ എനിക്ക് കടലാസ് പൂവാണ് പറിക്കാൻ തോന്നുന്നത്. കടലാസ് പൂ എന്തോ പേരുള്ള പൂവാണ്. കടലാസ് പൂ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയുന്നുണ്ട്. നമ്മളത് കടലാസ് പൂ പറിച്ചു. ഇനി നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ എന്താ പറിക്കുക, അത് ഒന്നും പറിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഓരോരുത്തരും ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് കുഞ്ഞൂസാണ്, നമുക്ക് നോക്കാം. അവളെ കണ്ണ് കെട്ടാൻ പോകുന്നത്. ഇതെത്രയാ? 1. ഇതെത്രയാ? 5. അപ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസമുള്ളൂ, 1ൻ്റെയും 2ൻ്റെയും വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം. ഈ കണ്ണ് പൂട്ട് അവിടെ കിടക്ക്. ഇതെന്താ സാധനം കുഞ്ഞുസേ? അല്ല, പേപ്പറിൻ്റെ ഒരു സാധനമാണ്. മണത്തൊക്കെ നോക്ക്. എന്ത് പൂവ്? അതിന്റെ പേരെന്താ? വെള്ള. പറഞ്ഞൂടെ എന്നിട്ട് ചെറുതായിട്ട് വരുന്ന അവിടെ ഒന്ന് വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത അപ്പോൾ ഗൈസ്, നമ്മൾ പൊന്നൂസാണെങ്കിൽ കെട്ടുന്ന ഒന്ന് കെട്ടിക്കൊടുക്ക്. അടുത്ത പൊന്നൂസിന് വേണ്ടി ഞാൻ ഒരു റെയർ സാധനമാണ് വെച്ചത്. ഒക്കെ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒന്ന് ബ്രേക്ക് പോകണം. ഇപ്പോൾ ഗൈസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്താ മണപ്പിക്ക്? യെസ്, അത് തന്നെയാണ്. എന്ത് ജെല്ല്, എന്ത് ഫ്ലേവർ അതെനിക്കറിയില്ല. ഓക്കെ, ഇത് ശ്രേയാസ് എന്തോ കൃഷ്ണ ജെല്ലോ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ജെല്ലാണ്. എത്ര റുപ്യ പറഞ്ഞുതരാം? 150 റുപ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി സച്ചു കെട്ടിക്കോ. അപ്പോൾ ഞാൻ സച്ചു കെട്ടാൻ പോവാണ്. സച്ചു കിട്ടുന്നത് വേറെ റെയർ സാധനമായിരിക്കും സച്ചുവിനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ തുടങ്ങാൻ പോകണേ. ഓരോ കെട്ടുന്ന കണ്ടായിരിക്കും കല്യാണം കഴിക്കാം. ഏതാ ഫ്ലേവർ ആയില്ല, ഞങ്ങൾ മണപ്പിച്ച് വെച്ചത്. പൗഡർ. എന്ത് ഫ്ലേവർ?
മറ്റേ കുട്ടി കൂറേ അല്ല 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 കുട്ടി കൂറയോ? എങ്ങനെയാണോ കുട്ടി കൂറയാവുക? ഞാൻ തൊട്ട് നോക്കട്ടെ. ആ തൊട്ടക്ക്. മറ്റേ റോസിന്റെ എന്തോ അല്ലേ? റോസ് തന്നെ. റോസാണ്. ആ അയച്ചോ അതന്നെ. അപ്പൊ എല്ലാരും ചെയ്തു. ഞാനെന്റെ ഇപ്പളേ കൊണ്ടുവന്ന് ഏതാണ്ട് തന്നെ ഇട്ടാരി. അയ്യോ ഓക്കെ. അല്ല ആ നോട്ടണ്ട. ഇത് നോക്കട്ടെ. ഇത് പറയാൻ കിട്ടിയില്ല. അല്ല അല്ല എന്റെ ക്ലൂതാ ഹെയറിൽ ഒക്കെ അപ്ലൈ ചെയ്യും. മോളെ ഹെയറിൽ അപ്ലൈ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. എനിക്കറിയോ എന്തായിരുന്നു? ഇത് വേണ്ട വേറെ കൈവിടാക്കല്ലേ. ഇതൊക്കെ സാറ് നോക്കട്ടെ. കൈ തൊട്ടാവും. ഇതായി സാറ് നോക്കട്ടെ. മണക്കെ അത് മറ്റേ ബാമ് അല്ല മറ്റേ സാധനം. എനിക്കറിയാം ഇതിന്റെ പൊടി ഉണ്ടാ. എനിക്ക് ഇതിന്റെ സാധനമൊക്കെ അറിയാം മോളെ. സിന്ദൂര അല്ലേ? സിന്ദൂരല്ല. എന്ത് സാധനം വേണ്ട. എനിക്കറിയാം. ഇത് അച്ഛമ്മ എന്തോ സാധനം ആക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ കറക്റ്റ് ഇട്ടോ. ഇത് അച്ഛമ്മ എന്റെ കുപ്പിയിലാക്കി വെച്ചാണ്. അപ്പൊ ഗായ്സ് എല്ലാരും ജയിച്ചിരിക്കും. അല്ല ഗായ്സ് ഞാനാണ് ഇങ്ങനെ. അപ്പൊ